ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ CGL 2024 ഫൈനൽ റിസൾട്ട് കണ്ടതാണ് 2 ദിവസം മുമ്പേ. SSC അത് പബ്ലിഷ് ചെയ്തു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരുപാട് കോൺട്രവേഴ്സീസ് നടക്കുന്നുണ്ട്. സ്കാം ആണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. കുറേ പേർക്ക് മാർക്ക് ഉണ്ടായിട്ടും 320+, 330+ മാർക്ക് ഉണ്ടായവർ, അല്ലെങ്കിൽ ഒരേ മാർക്ക് കിടക്കുന്നവർ, ഒരാൾക്ക് ജോലി കിട്ടുന്നില്ല, ഒരാൾക്ക് വേറൊരാൾക്ക് ജോലി കിട്ടുന്നു, അങ്ങനൊരു അവസ്ഥ. ഒരുപാട് കുറവുള്ള മാർക്കുള്ളവർക്ക് നല്ല പോസ്റ്റ് കിട്ടുന്ന ഒരു അവസ്ഥ. എന്തായാലും 18,000+ പോസ്റ്റുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഓരോരുത്തർക്കും ഓരോ പോസ്റ്റ് വെച്ച് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ള സംഭവങ്ങളും സംവാദങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻ ചാനൽസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് ഒരുപാട് അത് കാണാൻ പറ്റും. അവർ കോർട്ട് കേസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പം നിങ്ങൾ ഒരുപാട് പേർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തവർ കാണും. അതായത് ഇത്രയും കട്ട് ഓഫ് കയറിപ്പോയി, 357 എന്ന് കാണുന്നു, 370 എന്ന് കാണുന്നു. എല്ലാം മിനിമം പോസ്റ്റ് കിട്ടാൻ 390-ൽ 335 മാർക്ക് വേണം എന്നൊരു രീതിയിലോട്ട്. ഇപ്പം പുതുതായിട്ട് വരുന്നവരായിക്കോട്ടെ, ഇപ്പോൾ കോളേജൊക്കെ കഴിഞ്ഞ് CGL പഠിച്ച് തുടങ്ങാൻ വരുന്നവർ, അപ്പോൾ അങ്ങനെയുള്ളവർ കാണും. ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്നവർ, അല്ലെങ്കിൽ കുറച്ച് നാൾ മുമ്പേ തുടങ്ങിയവർ. മെയിനായിട്ട് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കാണ് ഈ ഒരു പ്രശ്നം. അപ്പോൾ അവർ ഇത്രയും കട്ട് ഓഫ് കണ്ട്, മെയിൻ പ്രിലിംസിന് 153 എന്ന് പറഞ്ഞ കട്ട് ഓഫ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും നമ്മളുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് കുറഞ്ഞ ചരിത്രമില്ല. ചരിത്രമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങിയാലും 2017 CGL തൊട്ട് നിങ്ങൾ മുന്നോട്ട് വരും തോറും, 2019 CGL കട്ട് ഓഫ് അല്ല 2020 കട്ട് ഓഫിൽ വരുന്നത്. 2019 CGL ഒരു 700-ൽ 560, 570 ഉണ്ടെങ്കിൽ അത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് 600+ ആയി, ഒരു മിനിമം ജോലി കിട്ടാൻ വേണ്ടിയുള്ളത്. അപ്പോൾ അതെന്തായാലും കൂടി വരത്തേ ഉള്ളൂ. അതിനനുസരിച്ച് എക്സാമിന്റെ ലെവലും എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 153, 335, 357 എന്നൊക്കെ പറയുന്നത് എന്താണ്, നോർമലൈസ്ഡ് മാർക്കാണ്. അപ്പോൾ ഈ നോർമലൈസ്ഡ് മാർക്കിലെ പ്രശ്നം, ഇപ്പോൾ ഈ ഒരു സമയത്ത് SSC ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്നുകിൽ തെറ്റിയതാവാം, അല്ലെങ്കിൽ അവരുടെ ഓപ്ഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ടൈപ്പിംഗ് 18-ാം തീയതി പോവാത്ത ആൾക്കാർ, അവരുടെ ടൈപ്പിംഗ് പോവാത്തത് കൊണ്ട് അവിടെ ഒരു നോർമലൈസേഷൻ കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ നോർമലൈസ്ഡ് മാർക്കിന്റെ പ്രശ്നങ്ങൾ കാരണമാണ് ഈ ഒരു കട്ട് ഓഫ് ഇത്രയും ഹൈ ആയിട്ട് പോയത്. അല്ലെങ്കിൽ ഒരിക്കലും ഇത്രയും വേക്കൻസി ഉള്ള സമയത്ത് കട്ട് ഓഫ് ഇങ്ങനെ കയറി പോകത്തില്ല. അപ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്തെന്ന് അറിയണമെങ്കിൽ ഒരു ആഴ്ച കഴിഞ്ഞ്, നോർമലി ഒരാഴ്ച കഴിഞ്ഞാണ് അതിന്റെ കീ വരുന്നത്. അപ്പോൾ അതിന്റെ കീ വന്നാൽ കഴിഞ്ഞിട്ട് എല്ലാവരുടെയും മാർക്ക് നോക്കിയാൽ മാത്രമേ അതിന്റെ സത്യാവസ്ഥ അറിയാൻ പറ്റൂ. നോർമലായിട്ട് നമ്മുടെ എക്സാം ഒക്കെ പോസ്റ്റ്പോൺ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എക്സാം പോസ്റ്റ്പോൺ അല്ല, എക്സാം ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചോരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, വീണ്ടും എക്സാം ഒക്കെ നടത്തുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ തവണ എക്സാം നടത്തും എന്നുള്ള കാര്യം. അതൊക്കെ നമുക്ക് വഴിയേ കാണാം. അപ്പോൾ ഇതിൽ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ CGL 2024 റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ നിങ്ങൾ യൂട്യൂബ് ജസ്റ്റ് ഒന്ന് തുറന്ന് ഇപ്പോൾ SSC CGL എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കാണുന്നത് SSC സ്കാം എന്ന് പറയുന്നിട്ടുള്ള ഈ ഒരു വാർത്തയായിരിക്കും. SSC ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ, CGL നോക്കിയിട്ട് കാര്യമുണ്ടോ, അങ്ങനെ ചറ പറ യൂട്യൂബിൽ വീഡിയോസ് ആയിരിക്കും. അത് അവരുടെ മെയിൻ ഉദ്ദേശം എന്താണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ നിങ്ങൾ ഒരുപാട് പേര് ഇതിന്റെ പുറകെ പോയിട്ട് ഒരു കാര്യമില്ല, അതിന്റെ കീ വരാതെ ഒരു രക്ഷയില്ല. ഒക്കെ ക്യാമ്പയിനും കാര്യങ്ങളും ഒക്കെ നടക്കണം. അതിന് എല്ലാവരും എന്ത് ചെയ്യണം, കറക്റ്റ് കംപ്ലൈന്റ് കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അതിന്റെ കൂടെ തന്നെ നിൽക്കണം എന്നും പറഞ്ഞ് 24 മണിക്കൂറും നിങ്ങൾ ഇത് വഴി പോയിട്ട് കാര്യമില്ല. നിങ്ങൾ കഴിഞ്ഞ പ്രിലിംസിന്റെ കീ വന്ന സമയത്ത് കണ്ടതാണ്. അപ്പോൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു മാസം, മാക്സിമം ഒരു 15 ദിവസം നിൽക്കും. അത് കഴിഞ്ഞാൽ എല്ലാവരും ബാക്ക് ടു CGL 2024 മെയിൻസിനുള്ളവർ മെയിൻസിന് പോയി, 25 പഠിക്കുന്നവർ 25-ന് പഠിക്കുന്നു. അപ്പോൾ നഷ്ടമാർക്കാണ്. നിങ്ങളിപ്പോൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ CGL എന്തായാലും നിർത്തലാക്കാൻ പോകുന്നില്ല. അടുത്ത വർഷത്തെ CGL 2025 പറഞ്ഞ സമയത്ത് തന്നെ എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻ വരും. പറഞ്ഞ സമയത്ത് തന്നെ എക്സാം വരും. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം ഇതിന്റെ പുറകെ നിരാശരായിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ ഇതിൽ കിട്ടിയില്ല. ഇപ്പം എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാരുണ്ട്, 320+ OBC വാങ്ങിയ ആൾക്കാർ എന്തെങ്കിലും പോസ്റ്റ്, നമുക്കൊരു 335 നമ്മൾ പോസ്റ്റ് ലെസിന്റെ പറഞ്ഞു, നമ്മൾ അത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. 310, 315 റേഞ്ചാണ് പ്രതീക്ഷിച്ചത്. അപ്പൊ എന്തായാലും പോസ്റ്റ് ലെസന്റ് പോലും കിട്ടും എന്ന്, ഏതെങ്കിലും ഒരു പോസ്റ്റ് കിട്ടുമെന്നുള്ള അവസ്ഥയിൽ നിന്ന് ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയിലോട്ട് വന്നു. പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർക്കറിയാം, അവര് കുറച്ച് നാളുകൊണ്ട് പഠിക്കുന്നവർ, അവർക്കറിയാം ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത എക്സാമിന് മാർക്ക് വാങ്ങുക എന്നുള്ളത് മാത്രമാണ് അടുത്ത ഒരു പോംവഴി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ടൈം വേസ്റ്റ് ചെയ്തത്, ഞാൻ അതാണ് അന്നും പറയുന്നത്. റിസൾട്ട് വന്നു, അല്ലെങ്കിൽ മെയിൻസിന്റെ എക്സാം കഴിഞ്ഞ് വന്നവരോടും പറഞ്ഞതാണ്, നിങ്ങളുടെ ആഗ്രഹിക്കുന്ന ജോലി കിട്ടുന്നത് വരെ, നിങ്ങൾക്കത് ഉറപ്പാവുന്നത് വരെ വേറെ ഒരു ആലോചനയ്ക്കും അവിടെ പ്രസക്തിയില്ല. നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് ഉറപ്പാവുന്നത് നിങ്ങൾക്ക് ഈ ജോലി കിട്ടും, നിങ്ങളുടെ ഡ്രീം പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത്, അന്ന് വരെ നിങ്ങൾ നിങ്ങളുടെ ഹാർഡ് വർക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ദിവസം നിങ്ങൾ പഠിച്ചില്ല, ഓക്കെ, പക്ഷെ അത് എന്നും ഇങ്ങനെ പോകുന്നത് അതെന്താണ്, അത് നല്ല കാര്യമല്ല. നിങ്ങൾക്ക് കാര്യം ഇപ്പോൾ കോമ്പറ്റീഷൻ അത്ര ഹൈ ആണ്, എല്ലാവർക്കും അത്രമാത്രം റിസോഴ്സസ് ഉണ്ട്. അത്രമാത്രം റിസോഴ്സസ് കൊണ്ട് എങ്ങനെ പഠിക്കണമെന്ന് എല്ലാവർക്കും അറിയാം. ആ ഒരു ലെവലിലാണ് കോമ്പറ്റീഷൻ പോകുന്നത് എന്നും പറഞ്ഞ്
കറക്റ്റായിട്ട് പോകുന്നവരുടെ എണ്ണം എന്താണ്, കുറവ് തന്നെയാണ്. അതിനി എന്തൊക്കെ പറഞ്ഞാലും 100% എഫേർട്ട് ഇട്ട് പഠിച്ച് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടാവുന്നേ ഉള്ളൂ. അല്ലാതെ അത് എന്താ അപ്രാപ്യമൊന്നും അല്ല. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ 100% ഡെഡിക്കേഷനിൽ നിങ്ങൾ പഠിക്കണം. ഈ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഈ 357 കയറിയത് 320 നോർമലൈസ്ഡ് അല്ലെങ്കിൽ റോ മാർക്കുള്ള 317 റോ മാർക്കുള്ള ഒരു ജോലി കിട്ടിയത് ഞാൻ കണ്ടാണ്. ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ കണ്ടാണ്. 317 റോ മാർക്കേ ഉള്ളൂ. അപ്പോൾ അവരൊന്നും 357 വാങ്ങിയിട്ടല്ല. അത് ഈ ഒരു നോർമലൈസേഷന്റെ പ്രശ്നം കൊണ്ട് വന്നതാണ്. അത് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇല്ലായിരുന്നു. ഈ വർഷം അത് ക്ലിയർ ആക്കും എന്ന് തന്നെയാണ് വിശ്വാസം. അങ്ങനെ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ, അടുത്ത പ്രാവശ്യം ക്ലിയർ ആക്കി നേരെ ഒറ്റ ഷിഫ്റ്റിൽ എക്സാം നടത്തി കഴിഞ്ഞാൽ പ്രശ്നം ആർക്കാണ്, ഇപ്പോൾ പഠിക്കാതിരിക്കുന്നവർക്കാണ്. അപ്പം അതുകൊണ്ട് കഴിഞ്ഞത് ഓക്കെയാണ്, അതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ അവിടെ നടക്കും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്താണോ CGL 2025 വേണ്ടി പഠിക്കാൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ ആഗ്രഹിച്ചത്, അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക തന്നെ വേണം. അപ്പോൾ എന്തൊക്കെയാണ് ഇത് കഴിഞ്ഞ് ചെയ്യേണ്ടത്, വാട്ട് ടു ഡു ആഫ്റ്റർ CGL 2024 ഫൈനൽ റിസൾട്ട് എന്ന ടോപ്പിക്കിലാണ് ഒരു വീഡിയോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ച് ചെയ്യുക. ഇത് ഓൺലൈൻ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ആണ്. ക്ലാസ്സുകൾ എടുത്ത് പഠിക്കാം. ഇത് ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം CGL 2025 വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ മെയിൻലി ഞാൻ പറഞ്ഞു, ഇപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ ഒരിക്കലും CGL 2025 ഫുള്ളായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 8 മാസം, മിനിമം 8 മാസമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് പ്രിപ്പയർ ചെയ്യണം. അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ കഷ്ടപ്പെടാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും സ്ട്രാറ്റജിയും എല്ലാം ചാനലിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് അത് കണ്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ മെയിൻലി പറയുന്നത് CGL 2024 എഴുതി അത് കിട്ടാതെ വന്ന ആൾക്കാർ, അല്ലെങ്കിൽ അത് എഴുതി ആഗ്രഹിച്ച പോസ്റ്റ് കിട്ടാതെ വന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നാളുകൊണ്ട് CGL 2025 വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യണം? അപ്പം അല്ലാത്തവർ എന്ത് ചെയ്യണം? CGL 2025 ബിഗിനേഴ്സ് ആണെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള സ്ട്രാറ്റജി കൊണ്ട് ബിഗിനർ ലെവലിൽ തന്നെ പഠിച്ച് സിലബസ് കംപ്ലീറ്റ് ആക്കി ചെയ്യും. എന്നാൽ ഈ ഒരു ആൾക്കാരുണ്ട്, ഒരു ഇന്റർമീഡിയറ്റ് ലെവലായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അത് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു കാണും, അനിൽ സാറിന്റെ വീഡിയോ കണ്ടു കാണും. ഈ ഒരു ചാനൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്, ഫോക്കസ് ബാച്ച് CGL 2024 വേണ്ടി, CGL 2025 വേണ്ടി ഒരു ഫോക്കസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങളെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ആ ഒരു ലിങ്കും ആ ഒരു വീഡിയോയുടെ താഴെ ഉണ്ടായിരുന്നു. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാത്തവർ അത് ജോയിൻ ചെയ്യും. അപ്പോൾ അവിടെ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ഒരു 75 ഡേയ്സ് ടാർഗറ്റ് എത്തിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയാനുള്ളത്, നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷനെ നിങ്ങൾ ബൂസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ബൂസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും വെറുതെ നിന്ന് എന്തെങ്കിലും പഠിക്കുക എന്നല്ല, ഒരു റൈറ്റ് ഡയറക്ഷനിൽ പഠിക്കുക. അപ്പോൾ പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന് നമ്മളുടെ കോഴ്സ് എടുത്തവർ, അല്ലാത്തവർ പുറത്തുനിന്ന് അല്ലാതെ എവിടെന്നെങ്കിലും പഠിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള 2 തരത്തിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടാർഗറ്റ് ബാച്ചിൽ ആഡ് ആവാം. അപ്പോൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ പ്രൈമറി കാര്യമാണ്. നിങ്ങൾ വേറെ ഒന്നിലും ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഈ 75 ഡേയ്സിൽ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അതിൽ 4 സബ്ജക്റ്റ് ഓരോ ദിവസവും. ഇപ്പോൾ ഡേ 1 എന്ന് പറയുന്ന, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഡേ 1 എന്ന് പറയുന്ന ഒരു കേസിൽ മാത്സ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, GK ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു ചാപ്റ്റേഴ്സ്. ഇപ്പം മാത്സിൻ്റെ കാര്യം മാത്രം ഞാൻ പറയാം. ബാക്കി ഇംഗ്ലീഷിൻ്റെയും റീസണിങ്ങിൻ്റെ GKയുടെ കാര്യം വേറെ ഫാക്കൽറ്റീസ് അതിൻ്റെതായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അത് പറയുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ മാത്സിൻ്റെ കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ മാത്സിന് ഡേ 1 ഡേ 2 ഇപ്പോൾ ഒരു ചാപ്റ്റർ, അതായത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. ഇപ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊപ്പോർഷൻ ആ 2 ദിവസം കൊണ്ട് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യണം. അടുത്ത ഡേ 3 ഡേ 4 അടുത്ത ചാപ്റ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ എന്തായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങളെ ഒരു ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നു. ആ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നു, ഒരു ടാർഗറ്റ് വരുന്നു. ഇപ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ആണ് നിങ്ങളുടെ ആദ്യത്തെ 2 ദിവസത്തെ ടോപ്പിക് എന്ന് വെച്ചു. അപ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ക്വസ്റ്റ്യൻസ്, അതായത് മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള, മെയിനായിട്ട് ഞാൻ പിന്നാക്കളുടെ ബുക്കിൽ നിന്നും നിങ്ങൾക്ക് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം. വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നു, ഈ ഒരു ചാപ്റ്ററിന് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് വീക്കിലി 2 ചാപ്റ്റർ ആണെങ്കിൽ വീക്കിലി 2 വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഈ യൂട്യൂബിൽ തന്നെ അത് തരും. വീക്കിലി 2 വീഡിയോസ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് തരും. ആ 2 വീഡിയോസ് എന്തായിരിക്കും, നമ്മുടെ ആ ഒരു വീക്കിലെ ചാപ്റ്റേഴ്സ് ഏതാണോ അതിൻ്റെ ക്വസ്റ്റ്യൻസ്, മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും തരുന്നത്. അതിൻ്റെ കൂടെ നിങ്ങൾ ഇപ്പോൾ ക്ലാസ് കണ്ടാത്തവർ, ഇപ്പോൾ എൻ്റെ ക്ലാസ് അല്ലാതെ നിങ്ങൾ പെയ്ഡ് ആയിട്ടുള്ള ക്ലാസ് എടുത്ത് ഫുള്ള് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്കത് ഏറ്റവും ബെനിഫിഷ്യൽ ആയിരിക്കും. കാര്യം കറക്റ്റ് മെത്തേഡുകളുണ്ട്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മതി. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, ഇതിനെല്ലാം ഒരു മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ മെറ്റീരിയലിനകത്തും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏകദേശം 40-50ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരു ചാപ്റ്ററിൽ ചെയ്യും. അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, പിനാക്കിളിൻ്റെ ലേറ്റസ്റ്റ് എഡിഷൻ എന്ത് ചെയ്യണം, ലേറ്റസ്റ്റ് എഡിഷൻ ബുക്ക്, അതിലെ ആ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. ഇതൊരിക്കലും ബിഗിനറായിട്ട് വരുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരിക്കലും ഒരാൾക്ക് 2 ദിവസം കൊണ്ട് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ബിഗിനറായിട്ടുള്ളവർക്ക്.
അവർ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞേ പറ്റൂ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ ചാനൽ ഞാൻ ഫ്രീ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. പെയ്ഡ് ആയിട്ട് എടുത്ത് പഠിച്ചവർ അത് മാത്രം കണ്ടാൽ മതി, അതിൻ്റെ ക്ലാസ് മാത്രം കണ്ടാൽ അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങൾ നമ്മുടെ ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലാണിത്. അതിൻ്റെ ദിശ അക്കാഡമി എടുക്കുക, അതിൻ്റെ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോവുക. പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോവുക. അതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ നിന്ന് നമ്മുടെ SSC GD എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ആവശ്യം പോലെ എന്തുണ്ട്, ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ ചാപ്റ്റർ ഏതാണെന്ന് വെച്ചാൽ റേഷ്യോ പ്രപ്പോർഷൻ ആണെങ്കിൽ അതിൻ്റെ ക്ലാസ് ഈ ഒരു GDയിൽ നിന്നും ആദ്യം കാണുക നിങ്ങൾ. അതാണ് ഏറ്റവും ബേസ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ മാത്സിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. അതിലിതാ ടൈം വർക്ക് ഒരു പ്ലേലിസ്റ്റിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, യെസ്, ഇതാ ഈ ക്വസ്റ്റ്യൻ, ഈ ഒരു വീഡിയോ റേഷ്യോ പ്രപ്പോർഷൻ അതിൻ്റെ ക്ലാസ് കാണുക. കണ്ടിട്ടില്ലാത്തവർ കുറേ പേര് നിങ്ങൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ കണ്ടതായിരിക്കും. അപ്പോൾ അത് കാണുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത പ്ലേലിസ്റ്റ്, ഇപ്പോൾ ഇതിൽ എവിടെയൊക്കെ നിങ്ങൾ റേഷ്യോ കാണുന്നു, ഇതിനകത്ത് റേഷ്യോ പ്രപ്പോർഷൻ ഉണ്ടെങ്കിൽ റേഷ്യോ പ്രപ്പോർഷൻ ഉണ്ടെങ്കിൽ അതെടുക്കുക. അടുത്ത പ്ലേലിസ്റ്റ്, ഇപ്പോൾ മാത്സിൻ്റെ എവിടെയൊക്കെ നിങ്ങൾ അവിടെ നിന്നിട്ട് തുടങ്ങിയാൽ മതി കേട്ടോ. അവിടെ തൊട്ട് തുടങ്ങിയാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവിടെ തൊട്ടാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ പ്ലേലിസ്റ്റിൽ നിങ്ങൾ റേഷ്യോ പ്രപ്പോർഷൻ ചാപ്റ്റർ കാണുന്നു, ഇതിനകത്തൊക്കെ ചെയ്തിട്ടുണ്ട്. 2023 പ്ലേലിസ്റ്റിലൊക്കെ കിടപ്പുണ്ട്, റേഷ്യോ പ്രപ്പോർഷൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ടും കാണണം. കാര്യം മെത്തേഡ്സ് കുറച്ച് പഠിക്കാനാണ്. അപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് പോസിബിൾ അല്ല. 2 ദിവസം കൊണ്ട് നിങ്ങൾ പെയ്ഡ് ക്ലാസ് എടുത്തവരാണെങ്കിൽ കുഴപ്പമില്ല, അതിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഇത് മാത്രം യൂട്യൂബ് മാത്രം നോക്കി പഠിക്കുന്നവരാണെങ്കിൽ ദയവായിട്ട് ആദ്യം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ഇതിനുള്ള റേഷ്യോ പ്രപ്പോർഷൻ്റെ ക്ലാസ്സിലല്ല, ആ ചാപ്റ്റർ ആണെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ ക്ലാസ്സിലല്ല, എല്ലാ പ്ലേലിസ്റ്റിൽ നിന്നും അവിടെ നിന്ന് തുടങ്ങി SC GD തുടങ്ങി ഏതിലൊക്കെ SSCക്ക് വേണ്ടി റേഷ്യോ പ്രപ്പോർഷൻ ചെയ്തിട്ടുണ്ട്, ഇതിലൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഏതൊക്കെ ഉണ്ടോ അത് തിരഞ്ഞെടുത്ത് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കയ്യിൽ നിന്ന് എഫേർട്ട് ഇടാതെ ഒരു രക്ഷയില്ല, സ്വന്തമായിട്ട് എഫേർട്ട് ഇടണം. അപ്പോൾ അന്നേരം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നിങ്ങൾ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ആ മെറ്റീരിയൽ Day 1, Day 2, Day 3 മെറ്റീരിയൽ നിങ്ങൾക്ക് തരും. ആ മെറ്റീരിയൽ ഏതൊക്കെ ചാപ്റ്ററാണെന്ന് തരും ഓരോ വീക്കിലെയും. ആ വീക്കിലെ വീഡിയോസ് യൂട്യൂബിൽ നിന്ന് കാണുക. പെയ്ഡായിട്ട് ക്ലാസ് എടുത്തിട്ടുള്ളതാണെങ്കിൽ പെയ്ഡിലെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുക, ക്ലാസ് നോട്ടൊക്കെ കംപ്ലീറ്റ് ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ ആ ഒരു റേഷ്യോ പ്രപ്പോർഷനിൽ എന്ത് ചെയ്യും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 1 മണിക്കൂർ കൊണ്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന വീഡിയോസ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അവൈലബിൾ ആക്കും, തരും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. മെറ്റീരിയൽ സിമ്പിളാണ്, മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്യുക. എന്നിട്ട് ആ മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതുപോലെ പിനാക്കിൾ ബുക്കാണ് ഞാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യുന്നത്. പിനാക്കിളിൻ്റെ ലേറ്റസ്റ്റ് എഡിഷൻ. കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ സൊല്യൂഷൻസും അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട്. പിനാക്കിളിൻ്റെ ബുക്ക് ചെയ്യുക. എന്നിട്ട് ഈ മെറ്റീരിയലിൽ നിന്നും പിനാക്കിളിൽ നിന്നും നിങ്ങൾക്ക് വരുന്ന ഡൗട്ട് ഉണ്ടല്ലോ, ഈ ക്ലാസ്സും കണ്ട് നിങ്ങൾ യൂട്യൂബിലെ ക്ലാസ്സും കണ്ട് പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സ് ഉണ്ടല്ലോ, ഡൗട്ട്സ് നിങ്ങൾ ആ ഗ്രൂപ്പിൽ ചോദിക്കുക. അപ്പോൾ ഗ്രൂപ്പിൽ ഈ ഒരു ദിശ അക്കാഡമിയിലെ തന്നെ മെൻറ്റേഴ്സ് കാണും, അവരെന്ത് ചെയ്യും, ഡൗട്ട്സ് സോൾവ് ചെയ്യും. ഇതിനും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ മാത്സിൻ്റെ കാര്യം പറയുന്നത്, മാത്സ് ഇത്രയും സമയം കൊണ്ട്, അതുകൊണ്ടാണ് മാത്സ് നിങ്ങൾ അല്ലാതെ പഠിക്കണമെങ്കിൽ 6 മാസം എടുക്കും. നിങ്ങൾ ആ കോഴ്സ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ മനസ്സിലാവും, അത് എടുക്കും. പക്ഷെ നമ്മുടെ CGL 2025 മാക്സിമം ഫുൾ മാർക്ക് വാങ്ങിയിട്ടേ കാര്യമുള്ളൂ. നിങ്ങൾ മാത്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഈസി എന്ന് പറഞ്ഞ് ഇരിക്കരുത്. ഈസി ആവുന്ന എപ്പോഴാണ്, 25 ഒരു 18 ക്വസ്റ്റ്യൻ ഈസി ആയിരിക്കും, അതെല്ലാവരും ചെയ്യും. 25 ചെയ്താലേ ഇതാണ് കട്ട് ഓഫിലോട്ട് കയറുന്നത്. അപ്പം പേടിച്ചിരിക്കാതെ, കട്ട് ഓഫ് ഇത്രയും കൂടുതലാണെന്ന് പേടിച്ചിരിക്കാതെ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പം അതിന് പല കാര്യങ്ങളുണ്ട്, കട്ട് ഓഫ് കയറുന്നതിന് പല കാര്യങ്ങളുണ്ട്. അല്ലാതെ എല്ലാവരും ഫുൾ മാർക്ക് വാങ്ങി 370 മാർക്ക് വാങ്ങിയൊന്നുമല്ല, അല്ലെങ്കിൽ 357 മാർക്ക് എഴുതി വാങ്ങിയിട്ടൊന്നുമല്ല ഇവരാവുന്നത്. അത് മനസ്സിലാക്കുക. അവരവരുടെ മാക്സിമം മാർക്ക് വാങ്ങുന്നു, അത് നോർമലൈസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ മാക്സിമം 25 എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതനുസരിച്ച് പഠിച്ചെങ്കിലേ പറ്റും. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നും അങ്ങനെ വാങ്ങുന്നവരുണ്ട്. അല്ലാതെ ഇത് ഹിന്ദിക്കാരുടെ കുത്തകയൊന്നുമല്ല. അതിനുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലുണ്ട്, നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. നിങ്ങളത് കണ്ടെത്തി മനസ്സിലാക്കി അത് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിനും എന്ത് ചെയ്യും, അത് അവരവരുടെ സബ്ജക്റ്റിൻ്റെ കാര്യം അവരവർ പറയും. ഇങ്ങനെയാണ് ഓരോ സബ്ജക്റ്റിനും പറയുന്നത്. അപ്പോൾ ഇത് പഠിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഡൗട്ട്സ് സോൾവ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എഫക്റ്റീവ്ലി ഒരു വീക്കിൽ തന്നെ 2 ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ്, ഒരു വീക്കിൽ തന്നെ 2 ചാപ്റ്റർ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഏകദേശം 3 മാസമേ ഉള്ളൂ. ഇപ്പം തന്നെ മാർച്ച് തീരാറായി, ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസമേ ഉള്ളൂ. മെയ്യിൽ നിങ്ങൾക്ക് എനിക്കൊന്ന് അടുത്ത മാസം നിങ്ങളുടെ CGLൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പം മെയ്, ജൂൺ 2 മാസം കൊണ്ട് ഇത് കവർ ചെയ്യണമെങ്കിൽ ഇതിലും ബെറ്റർ ആയിട്ടുള്ള, അപ്പം ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു വട്ടമെങ്കിലും പഠിച്ചിട്ടുള്ളവർക്ക് ഏറ്റവും ഇടയിലായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഏറ്റവും അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്ത് ടോപ്പിക്കുകൾ ഓരോന്നായിട്ട് കവർ ചെയ്ത് പോകാൻ പറ്റും. അതാണ് എൻ്റെ വഴി. അപ്പോൾ ആരും മടി പിടിച്ചിരിക്കരുത്. മടി പിടിച്ചല്ല, ചിലവർ മനസ്സിനെ തളർത്തി വെക്കുന്ന എന്തിനാണ്, നിങ്ങൾ ഇതുവഴി ഒരു ജോലിക്കാണ് ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് പഠിച്ചേ പറ്റൂ, വേറെ വഴിയില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ് എവിടെയൊക്കെ കമൻറ്റ് ഇട്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് മനസ്സിലാക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ നടക്കും. ഈ ഒരു ഇൻജസ്റ്റിസ് നടന്നവർക്ക് എന്ത് ചെയ്യണം, അല്ലെ മാർക്ക് കിട്ടിയിട്ടും ജോലി കിട്ടാത്തവർക്ക് അതിനുള്ള ജസ്റ്റിസ് കിട്ടണം. അതേസമയം തന്നെ നമ്മൾ അടുത്ത എക്സാം, അപ്പോൾ ഇവർ ഒരിക്കലും അങ്ങനെ ക്യാൻസൽ ചെയ്യാനൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് നടന്നോട്ടെ. നമ്മൾ ജോലി കിട്ടുന്നവരെ നമ്മളുടെ പഠനം കണ്ടിന്യൂ ചെയ്യണം. അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കുന്ന
ഒരു സംഭവമാണ് ഫോക്കസ് ബാച്ച്. അതൊന്നും അങ്ങനൊന്നും നമുക്ക് എന്ത് ചെയ്തില്ല, ഒരു സ്ഥലത്ത് നിങ്ങൾ കാണത്തില്ല. ഇത് കംപ്ലീറ്റ് ആക്കുക. നിങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കയറുക, പഠിക്കുക, അത് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ്. പിന്നെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി അവിടെ ആ ഗ്രൂപ്പിൽ തന്നെ മെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ സേവനം അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ അത് ഫ്രീ ആയിട്ടുള്ള കണ്ടന്റ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഇതിൽ പറയാനുള്ളത്. വേറെ ഒന്നും നിങ്ങൾ ഇപ്പോൾ ആലോചിച്ച് ഇതാക്കണ്ട. മാത്സിന്റെ ഒരു കാര്യം പറഞ്ഞാൽ, മാത്സ് നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ആക്കുക. അത് സിലബസ് കംപ്ലീറ്റ് ആക്കുന്നത് എങ്ങനെയാണ്, വെറുതെ എക്സും വൈ ഉള്ള മെത്തേഡ് പഠിക്കുമല്ല, ആ ലെവലിൽ കംപ്ലീറ്റ് ആക്കണം. ആ ഒരു റൈറ്റ് ഡയറക്ഷനിൽ എന്താണ് ബേസ് മുതൽ. പിന്നെ ഒരു കാര്യം, നമ്മുടെ യൂട്യൂബിലെ നിങ്ങൾ എവിടെ എക്സാം എഴുതാൻ പോയാലും, മാത്സ് എഴുതാൻ പോയാലും, സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് എന്ന് പറയുന്ന വീഡിയോ ഉണ്ട്. യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്യാം, സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ്. ഞാൻ പണ്ട് മുതലേ പറയുന്നതാണ്, ഇപ്പോഴും പറയുന്നു. അതിന് ഇപ്പോഴും റെലവൻസ് ഉണ്ട്. ഒരുപാട് കുട്ടികൾ ജോലി കിട്ടിയ ഒരുപാട് കുട്ടികൾ ഇത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവർ ചെയ്തിട്ട് ഒരുപാട് റിസൾട്ട് ഉള്ളതാണ്. സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് സെർച്ച് ചെയ്ത് എന്ത് ചെയ്യുക, കാണുക. ഞാൻ ലീൻ എന്ന് പറയുന്ന ഒരു സാറിൻ്റെ അടുത്തുനിന്ന് ഞാൻ തന്നെ ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കിയ കാര്യമാണ്. അപ്പോൾ അത് ഡെയിലി ചെയ്യുക. ഡെയിലി നിങ്ങളത് എഴുതുക. അതുപോലെ ഡിജിറ്റൽ സമ്മിൻ്റെ ക്ലാസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾ ക്ലാസ്സുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ആ ഒരു രീതിയിൽ ചെയ്യുക. മാത്സിൻ്റെ കാര്യം എല്ലാ ചാപ്റ്ററും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഇപ്പോൾ ഓൾജിബ്ര, ജോമെട്രി അതൊക്കെ ആണെങ്കിൽ യൂട്യൂബിൽ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ കൂടുതൽ എന്താവും, പെയ്ഡായിട്ടുള്ള ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ ഗ്രൂപ്പിലുള്ളവരുമായിട്ട് ബാക്കിയുള്ളവരും സംസാരിക്കാം. അങ്ങനെ ഒരു പഠിക്കുന്ന സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം ദയവ് ചെയ്ത് ആ ഒരു ഗ്രൂപ്പിൽ അംഗമാവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗുണമില്ല. സീരിയസ് ആയിട്ട് ആദ്യം മുതൽ പഠിച്ച് തുടക്കത്തിലെ ആവേശം അത് വേറൊരു കാര്യമാണ്. തുടക്കത്തിൽ ഒരാഴ്ചത്തെ ആവേശം എന്നും നിലനിർത്താൻ കഴിയുന്നതിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഫൈനലി ആ ഒരു ടീമിലോട്ട് അല്ലെങ്കിൽ ആ ഒരു സ്കോറിലോട്ട് എത്താനും പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ മനസ്സിൽ ഉണ്ടാവണം. അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാവരും വരിക. ഫോക്കസ് ബാച്ച് നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, CGL വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് പോകാം. CGL 2025 നിങ്ങളുടെ ആവട്ടെ. നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്ത് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റത്തെ അപ്പോൾ നമുക്ക് അഡ്വാൻസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടി തരുന്നതായിരിക്കും. നിങ്ങളുടെ റെസ്പോൺസ് എല്ലാം കണ്ടിട്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരെയും നമുക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ബാച്ചിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. വേറെ എല്ലാ ചിന്തകളും മാറ്റി വെക്കുക. പഠിച്ചാൽ മാത്രമേ നമുക്കിവിടെ കാര്യമുള്ളൂ. പഠിച്ച് നന്നായിട്ട് സെറ്റായി പോവാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.